ഉമ്മമാക്ക് ഈ വണ്ടി എങ്ങനെയാ വണ്ടി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഉണ്ടാക്കി തരും. കാണുമ്പോ ഒരു പുതിയ വണ്ടി അപ്പറാക്കി തന്നാലോ? അലഹദില്ല നന്നായി നന്നായി വാങ്ങോ. നീ ഇങ്ങനെ ഈ വണ്ടി നാട്ടിലെവിടെയും കിട്ടാത്തതാണ്. നമ്മളെ വണ്ടിത്തെ പാർട്സാണോ ഒക്കെ ഒഴിവാക്കി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. നമ്മളെ എവിടെ പോണടാ? നമ്മൾ ഗൈസ് കുറേ നാളായി പറയണേ നമ്മളെ നാട്ടുകാരെ പരാതിയും അല്ല ഇമ്മമ്മാൻ്റെ പരാതിയും എല്ലാവരുടെ പരാതി ഗൈസ്. പല്ലുവേദന ആയിട്ടുണ്ടല്ലോ, എനിക്ക് വർത്താനം പറയാൻ വയ്ക്കണില്ല, ചുണ്ടുമ്പോൾ കുടുങ്ങാണ്. അപ്പോൾ എല്ലാവരുടെ പരാതി മൂലം നമ്മളെ വണ്ടി അതെ, പിന്നെ നമുക്കും തോന്നി വണ്ടിയുടെ നല്ല പെയിൻറ്റും നല്ലൊരു കളറൊക്കെ ആക്കിയിട്ട് പുതിയ വണ്ടിയായിട്ട് ഇറക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു നോമ്പിനാണ് ഇപ്പോൾ ഒരു പറ്റിയ ടൈമില്ല, നോമ്പിനാണ് അങ്ങനെ കിട്ടിയത്. നമ്മൾ ഇത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാന്ന്, പിന്നെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മാസം കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വണ്ടി കൊടുക്കാൻ പോവാണ് ഗൈസ്. ഇത് ചെയ്യാൻ വേണ്ടി കൊടുക്കണം, പെയിന്റ് അടി ചെയ്യാൻ വേണ്ടി കൊടുക്കാനല്ലേ? കുറച്ച് പണിയുണ്ട്. അതും പണികളൊക്കെ നല്ല പുതിയൊരു വണ്ടി, ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഗൈസ് വണ്ടി ഇറക്കണത് അതേപോലെ ഒരാൾ കണ്ടാൽ കുറ്റം പറയാത്ത രീതിയിലാണ് ഗൈസ് നമ്മൾ ഇറക്കാൻ പോണത്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകാനല്ലേ മമ്മ? അതിന് മാത്രമാണ് പോണേ, അതിനും തുറക്കാന്. അതെ ഗൈസ്, ഞങ്ങൾ ഇന്ന് അവിടുത്തെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നോമ്പ് കൂടി തുറക്കാൻ. ഞങ്ങൾ പുറത്തുനിന്നാണ് നോമ്പ് തുറക്കണത്. നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇന്നലെ ഇന്നും ടൈം കിട്ടിയിട്ടില്ല. ഇന്നലെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പോകാൻ വിചാരിച്ചത്, പക്ഷെ ഇന്നലെ ടൈം ഇതായില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകാന്ന് തീരുമാനിച്ച് ഇപ്പൊ ആക്കണ ഏകദേശം 4 മണി 4:30 ടൈം ആയില്ലേ? 4:30 ടൈം നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളെ മുന്നേ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, കാണിച്ചു തരാം. ഇതാണ് മുന്നാർ റസൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ എങ്ങനെയാണ് അവിടെ ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. അങ്ങോട്ട് പോണ 2 വണ്ടിയിലാണ് വരുമ്പോ മുന്നേന്റെ കാറിലാക്കി നമ്മളെല്ലാരും കൂടിയും പോരുന്നത്. അങ്ങനെ കാർ എടുത്ത് പറഞ്ഞു കൊടുക്കും. മുന്നേ കാർ എടുത്തിട്ടുണ്ട്. നീ അറിയാത്തവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഗൈസ് മുന്നേ പുതിയൊരു കാർ എടുത്തിട്ടുണ്ട്. ഏതാ കാർ എന്ന് ഞങ്ങൾക്ക് കാട്ടി തരാം. വാ, താഴത്തേക്ക് കിടക്ക്. മമ്മ കണ്ടിട്ടില്ലേ കാർ? മമ്മ കണ്ടിട്ടില്ലേ? എങ്ങനെയുണ്ട് വണ്ടി? ഒന്നും നോക്കിയില്ല, കാശ് നോക്കിയില്ല. അല്ല മമ്മ ഇന്നലെ അതിൽ കേറിയിട്ട് എങ്ങനെയുണ്ട്? സുഖമുണ്ട്, നല്ല വണ്ടി. AC ഒക്കെ അല്ലേ? പിന്നെ യാതൊരു ചൂരുമാണൊന്നുമില്ല, ഛർദിച്ചൊന്നുമില്ല. ഉമ്മ എന്താ പറയാ, ഉമ്മ പേടിച്ചു തോന്നാണില്ല, യാതൊരു കുഴപ്പമില്ല. ഛർദിച്ചു കഴിഞ്ഞാൽ കഴിച്ച് നോമ്പ് മുറിയുന്ന പാനും കൂടി AC ഇട്ടിക്കണവന്, AC ഇട്ടീനി. പഠിച്ചില്ല, 4 ക്ലാസ് പിന്നെ പരീക്ഷ ആയതുകൊണ്ട് 3-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി. നാണക്കേട് പറയല്ലേ? സത്യമാണല്ലേ പറഞ്ഞേ? സത്യാണ്. 5 വരെ പോയിട്ടുള്ളൂ. അതെ, 5-ൽ 2 കേട്ടോ ആണല്ലേ? അതല്ലേ നമ്മളെ വിഷയം. അങ്ങനെ കഴിച്ച് നമ്മളിവിടെ റോട്ടിലെത്തിയതാക്കണേ നമ്മളെ 2 പടക്കുതിരകൾ വണ്ടികൾ ആക്കണ അവിടെ കിടക്കുന്നു. എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ. 2 പടക്കുതിരകളാണ്, എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ഇല്ലടാ എന്താ ലുക്കില്ലേ? അതെ, എന്താ പാർക്കിങ് 2 വെച്ച് നോക്കി, പക്ഷെ കണ്ടാലും തൊടുവിലാണെന്നുള്ളൂ. ബെൻസാണ് എംബ്ലം കണ്ടോ? എങ്ങനെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും എങ്ങനെയുണ്ടെന്ന്. ഇപ്പം നമുക്ക് ഗൈസ് ടോട്ടല് 2 വണ്ടികളാണ്. ഈ എവിടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് 2 വണ്ടികളായില്ലേ? എന്താ പറയാല്ലേ അതിനെ കുറിച്ച്? സന്തോഷം തന്നെ ഉള്ളൂ. ഇനിയിപ്പോ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ മുന്നേ വണ്ടി ഉണ്ടല്ലേ, അത് ഇനി ഇവിടെ തന്നെ കയറി എന്തായാലും. അതെ, മറ്റേ സാധനമൊക്കെ ഉണ്ട്. റിമോട്ട് ഫുൾ കൺട്രോളാണെന്ന് പറഞ്ഞത്. തുറന്നു. അല്ലടാ, എങ്ങനെ പോകണ എങ്ങനെ പ്ലാൻ ചെയ്താ? എങ്ങനെ പോണേ? അമ്മമ്മയില്ല അതിലാക്കിയല്ലേ? അമ്മക്ക് പിന്നെ AC മമ്മ റിച്ചായി കയറിക്കോളിന്നാ, മുമ്പിൽ കയറിക്കോളൂ, ഇവിടെ കയറിക്കോളൂ. മമ്മ മുന്നേൻ്റെ ഒപ്പം പോന്നോട്ടെ, നമുക്ക് ഒന്നാക്കുന്ന ഇതിൽ പോരാ. കയറിക്കോ, സെറ്റല്ല. സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കട്ടോ മമ്മക്ക്. ഛർദിക്കണ പ്രശ്നമുണ്ട്. വണ്ടി പോയത് അതില് പോയിക്കോളൂ കേട്ടോ, സേഫ് അല്ലേ? സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്ട് കൊടുത്തോളാം.
അത് അപ്പുറത്ത് കൂടെ അല്ല അമ്മ. എങ്ങനെ എന്തായാലും പോകാത്തെ ഗൈസ് നമ്മക്ക് നമ്മളെ വണ്ടി ഇനി തൊട്ട് ഗൈസ് നമ്മളെ വണ്ടി ഇവിടെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഒരു ഒഴിവ് കഴിക്കാറ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാലൊക്കെ നമ്മൾ. കാരണം എന്താ പറയുക, നമ്മൾ ആദ്യം അവിടെയാണ് ഈ ഗൈസ് വണ്ടി നിർത്തിയത്. അപ്പോൾ അവിടെ ഒരു ഉണക്ക മരം ഉണ്ടായതുകൊണ്ട് പോലും പറഞ്ഞു ഒന്ന് ഞങ്ങൾ ഇവിടെ നിർത്തി കളിയുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമല്ല ഇപ്പോൾ. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ ഹൈറാണ്. നമ്മൾ ഇറങ്ങല്ലേ അമ്മ? ഇതിലൊന്ന് കയറി നോക്കിക്കോട്ടെ. ഇതിൽ കയറിക്കേ ഇങ്ങോട്ട് വരുമ്പോ നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇനിയിപ്പോ അത്രക്കും നേരമല്ല, ഇനി നോമ്പ് വെറുതെ കളയണ്ടല്ലോ. ഗൈസ് ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഇനി നേരെ നമുക്ക് അവിടെ എത്തിയിട്ട് താക്കല്ലേ ബാക്കി. ഞാനാ കുട്ടീനെ ലോക്കൊക്കെ ഉണ്ട് നമ്മളെ വണ്ടിക്ക് ഫുൾ സെറ്റപ്പ് ആടാ. അല്ല അങ്ങനല്ല, പ്രശ്നമില്ല. അപ്പൊ എന്തിനാ പൂട്ടാൻ നിക്കണേ? ഞാൻ വരെ പൂട്ടില്ല. അല്ല എന്തേലും എന്നത് പിടിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങയില്ല എടുത്തു കൊണ്ടുപോകാൻ. അല്ലേ ഓന്റെ ഒരു സമാധാനം, ഓന്റെ വണ്ടി അവിടെ പൂട്ടിയെടുക്കണല്ലോ എന്നൊരു സമാധാനം. അത്രേ ഉള്ളൂ. അതിന്റെ ഫ്രണ്ട് പൂട്ടിട്ടാണോ ബാക്ക് കൂടെ ആൾക്കാർ കയറി പോവാ. ബാക്കിൽ ലോക്കില്ല. പറഞ്ഞു കൊടുക്കല്ലേ, പറഞ്ഞു കൊടുക്കല്ലേ. അല്ല എന്തായാലും നന്നാക്കാൻ കൊണ്ടുപോയില്ലേ കൈസ്. പുള്ളിഞ്ഞ് പുതിയ വണ്ടി വാങ്ങിക്കല്ലേ വരാ. എന്നാ ഇമ്മ സെറ്റല്ലേ? ഗ്ലാസ് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ. കാരണം ഓവർ ടൈം കളയില്ല, ഒരുപാട് പണി നടക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് നോമ്പൊക്കെ തുറക്കാൻ പോകാൻ. നേരം വൈകി കഴിഞ്ഞാൽ നോമ്പറ പോകും ഗൈസ്. അങ്ങനെ നമ്മളെ 2 വണ്ടികൾ ഇതാക്കണ അവിടെ ഇരിക്കണ്. എടാ വരുന്നില്ലേ? സ്റ്റാർട്ടാവില്ലേ? അത് ശരി, ഇത്രയും നേരം അങ്ങനെ അല്ലല്ലോ പറഞ്ഞോണ്ട് നീനെ. സ്റ്റാർട്ടായി. അങ്ങനെ നമ്മളെ ഒരു വണ്ടി ഇറങ്ങി. നാനോ എന്റെ വണ്ടി നാനോ. തിരുവനന്തപുരം വണ്ടി കേട്ടോ. ഇതാഴത്തെ വണ്ടി എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. നടന്നോളി മുമ്പ് കയറുന്നോളി. പോട്ടെ നടക്ക. ഉമ്മ എന്താ അവിടെ ഉണക്കാട്ടാണ് കുത്തിരിക്കണേ. അവിടെ മൈക്ക് കേട്ടോ, മൈക്ക് തുടണ്ടോ. അവിടെ നമ്മളെ 2ാമത്തെ വണ്ടി ആക്കണം. അവിടെ സ്റ്റാർട്ട് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് എടുക്കാനുള്ള പരിപാടിയിലാണ്. പോലെ മമ്മഞ്ഞ് നേരെ പോലെ ഗൈസ് നമ്മളെ 2ാമത്തെ വണ്ടി ഇറങ്ങി. എന്നാ മുമ്പ് കിട്ടോ, എന്നാ മുന്നേ പോയിക്കോ വിട്ടോ പോലെ. എന്നാ നേരെ പോവല്ലേ? നേരെ പോകാൻ പോവാണ്. നമ്മളെ വണ്ടി ലാസ്റ്റ് ഓട്ടലാണ് ഈ ഓട്ടാൻ പോണത്. വണ്ടി ഓട്ടാൻ 2 മാസത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാല്ലേ വണ്ടിയായിട്ട്. നമ്മള് ഗൈസ് എന്നാ പോകാൻ നോക്കട്ടെ. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു ഫാൻസി താത്ത റോട്ടിൽ നിന്ന് കണ്ട ആർത്തീനി നമുക്ക് നോക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എടാ അന്നെ ഇതിൽ കാട്ടണീന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഗൈസ് നമ്മളിപ്പോൾ എൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി കൊടുക്കാൻ പോണത്. ഞാൻ എന്നെ വിശ്വസിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. എല്ലാം നല്ല നീറ്റാക്കി തരണം. ഞങ്ങളെ പൊന്നും കൂടാണ് പറഞ്ഞില്ലേ. ആയിക്കോട്ടെ, നമുക്ക് ഷെയർ ആക്കാലോ. അത് കണ്ടോ, ഈ അലവിയിലും ആ അലവിയിലും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഈ ഒരു ഇതില് ഇവൻ ആ ഒച്ചയും വിളിയും പടച്ചോനെ. എടാ ചേച്ചി ഒന്ന് ഓഫാക്കുമോ? ഇത് വ്ളോഗ് എടുക്കട്ടെ. നമ്മ ഇറങ്ങി ആ വണ്ടി ഒന്ന് ഓഫാക്കി. ആ ഒച്ചയും വിളിയാണ്. ഇറങ്ങി മമ്മ കേട്ടാ. എങ്ങനെയുണ്ടായി യാത്രക്ക്? എങ്ങനെയുണ്ടായി? ഒരു കുഴപ്പമില്ല. എങ്ങനെ നമ്മളെ വണ്ടിയിലിരിക്കുമ്പോ തന്നെ മണം ചൂരൊന്നുമില്ല, സെറ്റാണ് അല്ലേ? അങ്ങനെ അൽഹംദുലില്ലാ സുഖമായിട്ട് ഇവിടെ എത്തിയില്ലേ. ഇതാണ് നമ്മളെ വണ്ടി ഇതാക്കണം, ശരിയാക്കാൻ കൊടുക്കണ ഇവിടെയൊക്കെ സെറ്റാക്കി കൊടുക്കണം. ഓനക്കാണ് ഇതാക്കാൻ കൊടുക്കണേ. എങ്ങനെ നമ്മളെ കണ്ടിക്കണേന്ന് ആണോ? വ്ളോഗിൽ കണ്ടിക്കണെന്ന് മനസ്സിലായില്ല. മനസ്സിലായത്. അത് ഇന്നങ്ങനെ മനസ്സിലാവില്ലടാ. ഇബനി ഇമ്മാനെ വല്യമ്മാനെ പെട്ടെന്ന് മനസ്സിലാവും. അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പിന്നെന്താ നിങ്ങള് വ്ളോഗിങ് സെറ്റപ്പ് ഉണ്ട് പറഞ്ഞു. അപ്പൊ ഇത്ര പ്രതീക്ഷയില്ല. വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ചെറുമട്ടത്തിലാണ്. ചെറുമട്ടത്തില്
ഈ മെക്കാനിക്കൽ വർക്കും പാടെ ചെയ്യോ? ആയിക്കോട്ടെ. ചെറിയ വർക്കുകളുണ്ട്. എന്തായാലും ട്യൂൺ ചെയ്യാനൊക്കെ ഉണ്ടാവും. ആ അതായത് പുക ലേശം വരുന്നുണ്ട്, വെള്ളപ്പുകയാണ്. വൈറ്റ് സ്മോക്കാ? ആ ഓക്കെ. പിന്നെ ഈ ഒരു സ്മെല്ലുണ്ട് ജി, ക്ലച്ചിൻ്റെ ആണോ അതോ കരിമില്ലല്ലേ? ആ അത് സൈലൻസർ ലീക്ക് ഉണ്ടെങ്കിൽ വരും. ആ പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. വെള്ളം കമ്മിയൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്കി ഞാൻ നോക്കിനി. ടെമ്പറേച്ചർ ഓക്കെ അല്ലേ? അത് വർക്കിംഗ് അല്ല, ഇതൊക്കെ വർക്കിംഗ് ആക്കണേ. ഈ സാധനങ്ങളൊക്കെ ഇതായിക്കൊണ്ടിരുന്നാല് എല്ലാം വർക്കിംഗ് ആക്കി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് കൊടുത്തിട്ടല്ലേ മമ്മ? ഇതൊക്കെ മാറുമോ? പൊട്ടുമൂടി എല്ലാം മാറും. മൈക്ക് ഇതാക്കിക്കണോ ഉമ്മക്ക്? ഈ വണ്ടി എങ്ങനെയാ വണ്ടി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഉണ്ടാക്കി തരും. കാണുമ്പോ എങ്ങനെയാ വണ്ടിയത്? കാണുമ്പോ ഒരു പുതിയ വണ്ടി പുതിയ വണ്ടി വരും തോന്നണം. അതിന്റെ അപ്പുറമാക്കി തന്നാലോ? അലഹദില്ല. എടാ വരുന്നേക്ക് വേറൊരു കോമഡി ഉണ്ടായി. അതല്ല, റോഡ് സൈഡിൽ 4 കുട്ടികൾ ഇങ്ങനെ ഉണ്ടായിനി. അപ്പൊ ഞങ്ങളിങ്ങനെ വരികയല്ലേ, വണ്ടി കണ്ടിട്ട് പാഞ്ഞിക്കട് ഇതിന് ദൂരെ നിന്ന് പാളി വെക്കണം. കൊള്ളക്കാരെ വണ്ടി പറഞ്ഞിട്ട് ഇത് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ ഇത് പോകണം, ആ ഇത് പോകും. കൊള്ളക്കാരെ വണ്ടി പെയിന്റ് എങ്ങനെയാണ് വരുന്നത്? ഞാൻ നോക്കിയിട്ട് ഫുൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് പെയിന്റിന്റെ പൊസിഷൻ അല്ലേ, ഈ ഒരു ഇതിൽ ലൈൻ കണ്ടില്ലേ? ഈ ലൈനിങ്ങിലൂടെ ഈ ലൈനിങ്ങിലൂടെ ഇത് അതാ ഇത് കൂടെ വരുമ്പോഴേ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോ ഇതുമ്മ കൂടെ ഉണ്ടാവില്ല, ഈ ഒരു ഇത് ഇട്ടിട്ട് വരിക. അതായത് ഈ ഒരു സാധനം വരുന്നുണ്ടല്ലേ, ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ പോവാ. ബാക്കും അതേപോലെ തന്നെ വൈറ്റ് അല്ലേ? ആ ഒരു അടിക്കുന്ന ടൈം ഞങ്ങൾക്ക് വേറെ ഫോട്ടോ മാറി ഇട്ട് തരാം. അടിക്കുന്ന ടൈപ്പ് ഇന്നെ വിളിച്ചാൽ ഞാനും പാടെ വരാം നോക്കാന്. പാളി വെക്കണേ ഇതിന്റെ ഉള്ളിൽ കണ്ണം വെച്ച് കേട്ടോ. കണ്ണം വെച്ചിക്കാണ്, കണ്ണം വെച്ചിക്കാണ്, മറ്റേ പലക വെച്ചിക്കാണ്. മാറ്റും എല്ലാം സാധനങ്ങളൊക്കെ മാറ്റിയാണ് സെറ്റപ്പ് ആക്കി എടുക്കും. വണ്ടിയിൽ ഒക്കെ എടുത്തോളാം. കുറെ സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വണ്ടിയിൽ. എടാ പിന്നെ ഞാൻ ഇപ്പഴത്തതിൽ ഓക്കെ ഡോറേ ജാമാക്കി വെച്ചിക്കാണ്. അത് ഇതങ്ങനെ കാട്ടിയാൽ മതി. ഈ ക്ലിപ്പില്ലേ, ഇങ്ങനെ കാട്ടിയാൽ മതി. അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതാക്കിയാൽ മതി. അതെന്താ പറയുക, ഓട്ടോമാറ്റിക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി തന്നെ തുറക്കുകയാണ്. പിന്നെ ഇവിടെ ചവിട്ടിക്കാരാണ് കൈകളിൽ കെട്ടിയാടാണ്. അത് ഞാൻ സെറ്റാക്കാം. അത് പിന്നെ ചവിട്ടി കയറാൻ അത് വേറെ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുകൾഭാഗമൊക്കെ സെറ്റാക്കാണ്ട് ചെറിയൊരു ഏണിയൊക്കെ ചെറിയൊരു ഇത് വെച്ചാൽ മതി. അത് വലിയ പണിയാണ്, ഏണിയൊന്നും അല്ല. ഇത് തന്നെ ഉണ്ടാവുമല്ലോ വണ്ടി മട്ടൻ. അത് സെറ്റാക്കാം, അത് നമുക്ക് ശരിയാക്കാം. ഇത് കേക്കട അതൊക്കെ ഇപ്പം മുന്നേ വണ്ടിക്ക് തൽക്കാലം വെച്ചാൽ ഒക്കെ തട്ടിക്കളാണോ? എടാ നന്നായി വാട്ടോ, എങ്ങനെ മമ്മ? നന്നായി വാട്ടോ. ഒന്നുമില്ല, നന്നായി വാന്നോ? അങ്ങനെ ഗൈസ് ഞങ്ങള് നമ്മളെ വണ്ടിനെ ചെയ്യാണല്ലേ 2 മാസത്തേക്ക് ഇനി ആളെ നോക്കണ്ടല്ലേ മമ്മ? നമുക്ക് കാങ്ങണി കൂടെ ഒന്ന് കാണാം. ആണെങ്കിൽ ഒന്ന് കാണാം, പണിയെടുക്കണ ഒന്ന് കാണാം, ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കാനുണ്ട്. വലിയ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല, ഈ ഒരു ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇത് പിന്നെ നിർബന്ധമുണ്ടോ? അവിടെ നോട്ടല്ലേ, അവിടെ നോട്ടെ. ഗൈസ് നമ്മളിവിടെ എത്തിയപ്പോൾ ഭയങ്കര വലിയൊരു തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റോട്ടിൽ കൂടെ പോകണവരും അയൽക്കാരും എല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. ഉമ്മമാനെ കാണാനും ഉമ്മാനെ കാണാനും ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. ഞമ്മളെ പരിപാടി എന്താ പറഞ്ഞെടുക്കി? ഉമ്മക്ക് നോമ്പ് തലയിൽ കടിക്കണോ അല്ലേ? വെള്ളം കഴിക്കണേ പൈസ ഉണ്ടോ? ഉണ്ടോ? ആടുണ്ടോ? പിന്നെ പൈസ എല്ലാം ഉണ്ടാവില്ല. പിന്നെന്ത് ചെയ്യണം? നോമ്പ് പറ്റിൻ്റെ ചെയ്യണല്ലേ മാമ? അങ്ങനെ ഗൈസ് വളരെ സങ്കടകരമുള്ളൊരു നിമിഷമാണ് അല്ലേ മമ്മ? 2 മാസത്തിന് നമ്മളെടുത്തില്ലല്ലോ വണ്ടി. സങ്കടം പറയാനില്ല, സന്തോഷം. നന്നാക്കുമ്പോ നന്നാക്കണ കാര്യത്തിൽ ആലോചിക്കുമ്പോ സന്തോഷമാണ്. പക്ഷെ നമ്മളെ വിട്ട് മാറിക്കാണുന്ന കാര്യത്തിൽ നോക്കുമ്പോ സങ്കടമാണ് അല്ലേ? നമുക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ട് അതന്നെ, ഉപകാരത്തിന് വേണ്ടിട്ടല്ലേ. എന്തായാലും ഗൈസ് ഞങ്ങൾക്ക് ഇനി നാട്ടിലെത്തണം, കാരണം അവിടെ നോമ്പ് തുറക്കാൻ അവിടെ ഏൽപ്പിച്ച് വെച്ചിരിക്കണത്. അപ്പൊ ഓനുള്ളിൽ പോയിക്കാണ് തോന്നണേ. എടാ ഓനോടെ ഇറങ്ങ കേട്ടോ. ഓക്കെ എടാ എടാ പോലെ ഓക്കെ എന്നാ ഇൻഷാല്ലാ. ഒക്കെ എന്റെ കയ്യിലാണ് കേട്ടോ. മൊത്തം ഞങ്ങള് നേരെ ഇതിലുണ്ട്. ഞങ്ങൾ ഇനി പുതിയ വണ്ടി ഉണ്ടാകാൻ വരും കേട്ടോ. പുതിയ വണ്ടി ഉണ്ടാകും. റെഡി, ഒക്കെ സെറ്റാക്കും മമ്മ, പേടിച്ചണ്ട. 2 മാസമായി ഇപ്പൊ നമ്മളെ കയ്യിൽ കിട്ടി. ടൈമൊക്കെ തരാം. ഒരു വണ്ടി കൂടെ പെൻഡിങ് ഉണ്ട്, അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് പോയിക്കോട്ടെ. അത് കഴിഞ്ഞാല് പറഞ്ഞില്ലോ 1-2 ദിവസം കൂടിയാലും നമുക്ക് പ്രശ്നമല്ല. അടിപൊളിയായി കിട്ടണം. മകൻ പറയല്ലേ തിരിഞ്ഞിരിക്കുമ്പോ ഒരു ഇടങ്ങേറ്. അതല്ല വണ്ടി അടിപൊളിയായിട്ടില്ലേ? അടിപൊളിയായി കിട്ടണം.
അത്രേ ഉള്ളൂ. എന്നാൽ ഈ മുന്നേ വണ്ടി എടുക്കാൻ പോയിക്കണം ഗൈസ്. മുന്നേ വണ്ടി എടുത്താണ്ട് ഇറങ്ങട്ടെ. നമുക്ക് ഈ നേരം ഇവിടുന്ന് തിരിച്ച് പോകാൻ വേണ്ടി നോക്കണം. അത്യാവശ്യം പോകാണ്ടില്ലടാ, ഒരു അരമണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ ആ ടൈമിൽ അവിടെ എത്തിയാൽ മതി. കാരണം അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. മനോട് പറയട്ടോ, ഞങ്ങൾ പോയിട്ടോ. എന്നാൽ ഈ കയറിക്കോളി മമ്മ പോയി തുറക്കും. കയറിക്കോളി. ഗ്ലാസ് എടാ പോയിട്ടോ. അവിടെ മാനുവലാണ് ആ ഭാഗത്താ. കൈ കൊണ്ട് തിരിച്ചാണ് അവിടുന്ന്. എന്നാ ഗൈസ് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. പോലെ മോണ്ടാ ഓക്കെ. നമ്മളെ വണ്ടി വെക്കണം അവിടെ. നമ്മളെ വണ്ടിയെ വെട്ടി നമ്മൾ പോകുകയാണ് ഗൈസ്. ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇല്ലടാ. അതെ ഓക്കെ. അപ്പൊ നമ്മളെ വണ്ടി കഴിച്ച് അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ട് വരും. അതെ 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 അതെ. നമുക്കെടാ ഇനി നമ്മള് നേരം കേട്ടാ നേരെ നമ്മൾ ഇനി പോണത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് പോണേ. നേരം വെയിൽ കാണാൻ ചാൻസ് ഉണ്ട്. പോട്ടെ എന്തായാലും. 6 മണി കഴിഞ്ഞു. 6 മണിക്കൊന്ന് വാങ്ങും. 6 മണിക്ക് വാങ്ങി കൊടുക്കില്ല. അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട് മമ്മ. എവിടെയാണ് ആക്കണ അവിടെ ഗൈസ്. നമ്മളിവിടെ നോമ്പ് തുറക്കുന്ന സ്ഥലത്തേക്ക് സെറ്റപ്പ് ഏരിയ കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ നോമ്പോറിന്റെ സ്ഥലം പറഞ്ഞത്. ഗൈസ് ഞങ്ങൾ ആക്കണവിടെ സ്ഥലത്തെത്തി. ഇമ്മ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. കൂട്ടുകാരന്റെ കുടുംബക്കാരും മൊത്തം ഉണ്ട്. നമ്മള് വിളിച്ചതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മൂലൊക്കെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിക്കണ് ഓരോട് ഒരു സൈഡ് പറഞ്ഞിക്കണ്. ഞാൻ എന്താ അറിയില്ല. എന്താ അവസ്ഥ നമുക്ക് നോക്കാം. അമ്മ ഇറങ്ങിക്കോളി. ആ മഴ ശരി ഗൈസ്. ഇങ്ങോട്ടൊക്കെ മാണ നോക്കിയാ നല്ല മഴക്കാറ്. നമ്മള് നേരെ ഇപ്പൊ കൂറ്റമ്പാറ കൂറ്റമ്പാറ അറിയാത്തോൾക്ക് ഹനാൻഷാന്റെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ അതുവരെ അവിടെ എത്തിയപ്പോ ഓർമ്മയില്ല. പിന്നെ പോന്നപ്പോഴാണ് കെൻസിനെ കണ്ടത്. ആ അവിടുത്തെ എങ്ങനെയുണ്ട്? എന്താ നമ്മളെ ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയുണ്ട്? ഉണ്ടാക്കിയതാണ് ഇവന്റെ പരിപാടിയാണ്. അപ്പൊ പരിപാടിയാണ് കേട്ടോ. എടാ എന്താ അവസ്ഥ പറഞ്ഞു കൊടുത്താ? മുണ്ടയില് നമ്മള് എടക്കര മുണ്ടയില് KGF ഗ്രൗണ്ടിലല്ലേ? അതാണ് ലൊക്കേഷൻ വരുന്നത്. വൈബ് സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ്. മാറ്റി വെച്ചില്ലേ ആ കൂട്ടത്തിലാ മുന്നേക്ക് വന്ന വണ്ടി പോലീസിലെ കൂട്ടത്തിലാണ്. നമുക്ക് ഉള്ളിക്ക് കേറി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലാണ്ട് ഇരിക്കാം. ടൈം എത്രയും ആ കാണുന്നത് ഓന്റെ അനിയനാണ്. ഒരു ഗോൾഡൻ അത് എന്താ ഇതാണോ? എടാ വജ്ജപ്പുറത്ത് കൂടെ ബാ ഈ കുടിയും കയറാം. ഈ കൂടെ കയറിക്കളി. ഞാൻ പറയുമ്പോ ഈ കൂടെ കയറിക്കളി. മറ്റടുത്ത് കൂടെ എനിക്ക് ഇറങ്ങി വരണ്ടേ. അതാ തട്ടി തറങ്ങി കൊഞ്ഞാടല്ലേ കേട്ടോ. വരി യാള കയ്യില് പിടിച്ചോളിമ്മ. 1 കിലോണൊന്നും ഇല്ലല്ലോ. എന്നാ വരിക. ഇന്ത്യയിലും മൊബൈലൊക്കെ ഉണ്ട്. ഇവന് ഇത്ര ആൾക്കാരുണ്ടാവും. പഞ്ചക കുടുംബക്കാര് മാത്രം ഉണ്ടാവുള്ളൂ. ഒരു പഞ്ചായത്ത് പോത്തണ്ടല്ലോടാ. ആണോ? അത് പറയണ്ടേ തരാട്ടോ. എന്തായാലും ഗൈസ് ഇതാക്കണേ. ആംബിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. ഇമ്മയും ഇമ്മയും അങ്ങോട്ട് കയറി പോകണ്ട് അല്ലേ? ആംബിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല അടിപൊളി ആംബിയൻസ്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡില് നല്ല അടിപൊളി. മമ്മാനെ അതിൻ്റെ ഉള്ളിൽ കൂട്ടിക്കണേ. ആക്കണ അവിടെ എത്തി. എടാ ഓല അവിടെ ഇരുന്നു. എടാ ഇതൊക്കെ ലൈറ്റ് സെറ്റ് അല്ലേ? അതോ പ്രകൃതിന്റെ അങ്ങനെ നാച്ചുറൽ ആണ്. ഫുള്ളി നാച്ചുറൽ. അത് നാച്ചുറൽ മൊത്തം നാച്ചുറൽ. എടാ ഇരിക്കണ്ട ഇമ്മയില്ലേ? അങ്ങോട്ട് ഇരിക്കാം. അങ്ങനെ നമ്മൾ നോമ്പർക്കല്ല പരിപാടിക്ക് നമ്മൾ കിടക്കണം. അതിൻ്റെ ഉള്ളിൽ കയറാണ്. ഓലവിടെ നേരത്തെ ചെന്നിരുന്നു. ഞങ്ങൾ ചെന്നിട്ട് നോമ്പറക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി വെക്കാം. ഒരു സൈഡിക്ക് മാറ്റി പറഞ്ഞിട്ട് സെന്ററിൽ കൊണ്ടിരിക്കും. ഇത്ര ആൾക്കാരില്ല. ഞങ്ങളെ നോക്കാം. ഞങ്ങൾ എത്ര ഇങ്ങനെ കാത്തിരല്ലോ. അതിലേക്ക് മറ്റവും കയറി നിൽക്കണം. എന്റെ കുടുംബം ഭയങ്കര വർത്താനാട്ടോ. ആ 2 ടേബിൾ അവിടെയാണല്ലേ? അതുകൊണ്ട് മിക്കവാറും അവിടുത്തെ കൈസ് അവിടുത്തെ കലബിലേക്ക് കാര്യങ്ങൾ കേൾക്കണത് ഞങ്ങൾ കേൾക്കണ്ടോ. എങ്ങനെയുണ്ട് ഉമ്മ? ഞാൻ ഇരുന്ന് കുടുങ്ങി. പടിഞ്ഞിങ്ങനെ ഇരുന്നിട്ടേ മക പിന്നെ നീച്ചാൻ പറ്റിയ കാലുകൊണ്ട് ഉമ്മ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ചോദിച്ചോക്കടാ.
കമോൺ വേദിയിലേക്ക് കടന്നു വരും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ നോമ്പുറ? അടിപൊളി. അടിപൊളി. ഇഷ്ടപ്പെട്ടോ തിന്നൊക്കെ? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് മാമ? സ്ഥലമൊക്കെ നല്ല ഈ മണ്ണല്ല. മണ്ണല്ല, എല്ലാ നോൽപ്പാർക്കും എല്ലാ സൗകര്യവും നല്ല ഉഷാറായി. സെറ്റപ്പ് അല്ലേ? ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി. പരിപാടി അറിയോ? ആർത്തിക്കാരം ബെന്നെ ഓൻ തന്നെ ഈ പരിപാടിയൊക്കെ ഇതാക്കണതേ. അവരൊക്കെ തന്നെ പറഞ്ഞോലമ്മ. ആ ബെന ആരറിയോ? അവനറിയില്ലേ. നമ്മളെ അയലൊക്കെക്കാരനാണ്. പോരാത്തതിന് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് അല്ലേ? എല്ലാരും ഒരച്ഛനില്ല നാട്ടില്. കുടുംബമാണ്. ആ നമ്മളെ ചെറിയൊരു കുടുംബം കൂടിയല്ലേ? അനിയത്തിന്റെ അപ്പൊ ഇവിടെ ഇരുന്നതിന് കുഴപ്പമില്ല. പറഞ്ഞപ്പോ കുടുംബമായി ഒന്നും കുഴപ്പമില്ല. ഉമ്മാന്റെ അനിയത്തി ഇപ്പൊ ഇവന്റെ ഇപ്പാന്റെ അനിയന്റെ പെണ്ണുങ്ങള് അല്ലേ? അപ്പൊ ഇരിക്കണം. അപ്പൊ കുടുംബം മാറി. ഇത് വേറെ കുടുംബം കൊറേ പോയി. അല്ല ഏതായാലും ഇങ്ങനത്തെ പരിപാടി എന്താ? ഫുഡ് കഴിക്കാൻ എന്നിട്ട് നേരെ പോവുകയല്ലേ? ഇവര് രണ്ടാളുണ്ട് അതിന്റെ അടി കൂടെ പേര് ചിരി വെച്ചു. വേറെ കോമഡി എന്നറിയോ? ഇവിടെ വെള്ളം ഉണ്ടായിനെ. ആ താത്ത വെള്ളം മറിച്ചു. ഇന്ത്യത്തെ ഞാൻ പെട്ടെന്ന് കുടിച്ചു കിട്ടും. കാരണം എന്താ ഇത് ചോദിച്ചോണ്ടിരിക്കുമ്പോ ആൾക്കാരെ ഞാൻ പറഞ്ഞു എങ്ങനെ അറിയോ സംഭവം? എങ്ങനെ അറിയോ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇവിടെ ആ വള്ളത്തിന് ജഗ് ഞാൻ പറഞ്ഞുതരാം. അവിടുന്ന് ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. മുന്നേ നാരങ്ങളെ വേഗം കുടിച്ചെടുത്ത്. കാരണം അടുത്ത നാരങ്ങളെ കിട്ടാന് എന്നപ്പോ ഇത് പച്ചവെള്ളം. ഞാനും അതന്നെ ഈ സാധനം നാരങ്ങളെ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞേ. ഞാൻ എന്നോട് താത്ത ചോദിച്ചേ നാരങ്ങളും വേണം ചോദിച്ചു. ആ പറഞ്ഞു ആ എന്നായിക്കോട്ടെ നാരങ്ങളും പറഞ്ഞു. അതിലിങ്ങനെ വന്ന് ഞാൻ ഇമ്മാൻഡിക്ക് ചോദിച്ചോളൂ. ഇമ്മാൻഡിക്ക് ചോദിച്ചിട്ട് ഞാൻ ഇന്ത്യക്ക് വിളിച്ചപ്പോൾ മുന്നേ ചോദിച്ചു ആയിക്കോട്ടെ എന്നാ മുന്നേക്ക് ഇങ്ങനെ ചോദിച്ചു. ഞാൻ അതിങ്ങനെ കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കാം. ഞാനും ഒപ്പം നോക്കി മുന്നേ അവിടെ ഇങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ രണ്ടാളപ്പം മൂഞ്ചി പച്ചവെള്ളല്ലേ. മറ്റേത് നാരങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പച്ചവെള്ളം കുടിച്ചുമ്പോ എങ്ങനെ ഉണ്ടാവും ചെയ്ത്. ഞാൻ പറഞ്ഞുതരാം. നമ്മള് മാത്രമാണ് ഇവരെ കുടുംബത്തിൽ ഇങ്ങനെ മാറി നിൽക്കണത്. നമ്മൾ എങ്ങനെയൊക്കെ ഒന്ന് ഇത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഒന്ന് പോവാൻ വേണ്ടി നിക്കാം. അതിന്റെ അടിയിൽ കൂടെ ഓർഡർ ചെയ്യണ്. ഫുഡ് ഇപ്പൊ നമ്മളോട് പറഞ്ഞത് ഗൈസ് ആകെ എന്റെ കുടുംബക്കാരുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോ ഒരു കല്യാണത്തിന്റെ ആൾക്കാരാണോ അവന്റെ കുടുംബം നമ്മൾ വിചാരിച്ചില്ല ഗൈസ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, സംഭവം സെറ്റായില്ല. നിങ്ങൾ ഈ ഇടക്കര ഭാഗത്ത് എവിടെയെങ്കിലും തുറവൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ വരിക KGF ഗ്രൗണ്ടിൽ. നമ്മളെ എന്റെ കൂട്ടുകാരനെ എന്റെ അയലൊക്കെ കോൺടാക്ട് ചെയ്യാൻ 2211 അന്നെ കോൺടാക്ട് ചെയ്യാൻ എങ്ങനെ കിട്ടുക? പേജുണ്ട് സഹറ മജ്ലിസ് എന്ന പേജുണ്ട്. ആരെയും വരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ടീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എവിടെ അതല്ലടാ ഈ ഒരു വൈബ് കണ്ടില്ലേ? അതല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഈ ആംബിയൻസ് എവിടെയെങ്കിലും കണ്ടിരിക്കണം. ഈ കടൽ തീരല്ല മറ്റേതില് എടാ മറ്റേ മരുഭൂമിയിലുണ്ടല്ലോ ഈ അറബിയന്മാരെ ഷെഡ് ഉണ്ടല്ലോ, അതന്നെ ആ ടീമാണ്. അത് സെറ്റായില്ലേ? വെറൈറ്റി ആയി പോയി. ഇങ്ങനെ വെറൈറ്റി സ്ഥലമൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വരിക ഇടക്കര KGF ഗ്രൗണ്ടില് അല്ലേ? പിന്നെ നമ്മള് അറബിയാണ് ഇങ്ങനെ അറബിയാളങ്ങനെ തന്നെ. അറബിയാളിങ്ങനെ ഒരു പ്ലേറ്റിലാണ് എല്ലാരും പാടെ തിന്നുക. അങ്ങനെ ഉണ്ടായാലും നമുക്ക് വെക്കൂലല്ലോ, പറ്റൂല. നമ്മളാണെങ്കിൽ കഴിച്ച് ഞാൻ പിന്നെ എവിടേക്ക് മാറി പോണ് ഫോണല്ലേ. അല്ലാ ഇനി എന്താ പരിപാടി എന്താ മോണ്ട? ഞാൻ പറഞ്ഞു എന്തല്ലത് ചപ്പാത്തി അല്ല പൊറാട്ടയും ചിക്കൻ കറി പുട്ടോ പൊറാട്ട എന്തൊക്കെ ഉണ്ടെന്നോ? കപ്പുണ്ടോ? കപ്പ ബിരിയാണിയോ? കപ്പ ബിരിയാണിയോ? ആ എന്നാ കപ്പ ബിരിയാണി കഴിക്കാല്ലേ. കപ്പ ബിരിയാണി പറഞ്ഞാൽ അതാണ് പൂള. എനിക്കറിയാം. ആഷിക്ക് അവിടെ കടയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു കപ്പ ബിരിയാണി മതി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇച്ചു പറഞ്ഞു ഒരു കപ്പ ബിരിയാണി മതി. ഇവന് ഇങ്ങനെ കപ്പ ഞാൻ ചെന്നത് അതെ അല്ലപ്പം ബിരിയാണി കോഴിക്കോടാനാണ് അവിടെ ഇല്ലല്ലോ. അങ്ങനെ നമ്മളെന്തായാലും ഫുഡ് കഴിച്ച് കഴിയട്ടെ, എന്നിട്ട് നല്ല ഇവിടുന്ന് തെർച്ചാല പരിപാടിയൊക്കെ വരാം. അതെ മമ്മ ചോറുണ്ട് കഴിച്ചിട്ട് പോയാൽ പോരെ? ഫുഡുണ്ടേ കഴിച്ചിട്ട് പോയല്ലേ മമ്മ? പടിഞ്ഞിരിക്കാൻ വയ്ക്കൂലല്ലേ മമ്മ? അങ്ങനെയല്ലേ ഫുഡ് കഴിച്ചിട്ട് നേരെ പോവാൻ നോക്കല്ലേ? മമ്മ കഴിച്ച് അവിടെ ചെന്നപ്പോ ആ മൂലക്ക് പോയി ടൈം ഒറ്റ ചാരില്ല. ഞാൻ ആ തൂണൊക്കെ പാടെ പൊളിഞ്ഞാടിയത്. ഇരിക്കാൻ കഴിയണില്ലേ?
ഞാൻ പിന്നെ ഒരു വിധത്തിൽ എവിടെയാണ് കുത്തിയത്. പണ്ട് പോത്തുണ്ടായിന് അന്ന് എവിടെ ഇരിക്കണമെങ്കിൽ വെക്കൂലല്ലോ. അപ്പൊ ഞങ്ങൾ അറിഞ്ഞതിന് മൂട്ടിലൊരു കസാരയും കെട്ടി പോണം. അന്ന മാതിരി ഒരു സ്റ്റൂള് കെട്ടി പോരേണ്ടി വരും എല്ലായിടത്തും കൂടി. ഇനിയിപ്പോ കേസ് നമ്മള് ഫുഡ് കഴിക്കാൻ തുടങ്ങട്ടെ. അതുകൊണ്ട് നമ്മള് നേരെ പെരിക്ക് പോണേക്കാരം. നമ്മളിവിടുത്തെ മഴ എടുക്കണമല്ലോ. ആണോ? നമ്മളവിടെ മഴ നല്ല മഴ ഉണ്ടായില്ല ആണോ? ഇവിടെ വലിയ മഴയൊന്നുമില്ല. അജിന്റെ അമ്മ പറഞ്ഞു. ആണോ? നമ്മുടെ കിട്ടിയില്ല മഴ ഭാഗ്യം. ഗൈസ്, ഒരു കുടുംബത്തിൽ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? മീ ആൾക്കാർ മുട്ടുമ്പോ കൂട്ടുകുടുംബ നമ്മളെ കുടുംബത്തിലൊന്നും ഇത്ര ആൾക്കാരില്ലല്ലോ. നമ്മളെ കുടുംബത്തിൽ ആരാ? ആണോ? ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഞാൻ കണ്ട നമ്മളെ കുടുംബം ഒന്ന് പീപ്പിൾസ്, പിന്നെ ഒന്ന് താഴെ അതിനുള്ളൂ. പക്ഷെ നമ്മൾ ഇതുവരെ കുടുംബക്കാരെല്ലാരും ഒത്തുകൂടിയില്ലല്ലോ. അവിടെ പാകാക്കേണ്ടിയിരുന്നാള് ഉമ്മ ഇരിക്കി പടിഞ്ഞാണ്ടിരുന്നാളാ. ഇങ്ങോട്ട് പോരി, ഇവിടെ നല്ല സുഖാടാ. ഇവിടെ കാലുകൊണ്ടൊക്കെ വെച്ചാത്തവരാണ് കേസ്. മമ്മ മമ്മ കടക്കുക സെറ്റല്ലേ? നല്ല സംഭവം അടിപൊളിയായി ഗൈസ്. ഇവിടെ നല്ല സെറ്റപ്പാണ്. കാരണം നമുക്ക് ഇരുന്നിട്ട് നല്ല സമാധാനമായിട്ട് ഇരുന്നാണ് നോമ്പറക്കാൻ പറ്റിയ സ്ഥലമാണിത്. എന്നാ ഇരുന്നോളി ഇരിക്കും. അങ്ങനെ ഇരിക്കണേ ആണോ? ഗൈസ് നല്ല അടിപൊളി ആംബിയൻസ്, നല്ല സെറ്റപ്പ് ആയിട്ടോ അടിപൊളിയായി. സംഭവം നല്ല നൈസായി അല്ലേ മമ്മ? 2 വാക്ക് പറഞ്ഞാണി. അടിപൊളിയായി. നമ്മളെ അവിടെ ഇതേപോലെ ഉണ്ടെങ്കിലേ നമ്മളോട് എവിടെ തുടങ്ങാം? അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേഗം കഴിച്ചിട്ട് വേഗം പോവാ. കുറവുണ്ട്. എന്നാ പാടാ ഗൈസ്, ഞങ്ങൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഞങ്ങൾ ഗൈസ് ഇനി നേരെ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് മമ്മ നേരെ ഇനി പോവല്ലേ അല്ലേ? കഴിച്ചിട്ട് കടന്നിട്ട് ഞാൻ തീർന്നു കൊയങ്ങിക്കണം മമ്മ. കഴിക്കാൻ ഗൈസ് ഇവിടെ പൊറാട്ട ഉണ്ട്, വെള്ളപ്പുണ്ട്, നൂൽപൂട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി നേരെ കഴിക്കാൻ നോക്കാം ഇല്ലടാ. ഫുഡ് കഴിക്കലെന്നാ ഇരിക്കില്ലേ? ഓ ഇരിക്കടാ. ഓക്കെ ഗൈസ് കഴിക്കണം. പൊറാട്ടൊക്കെ നോക്കി അപ്പുറത്തോലും നിർത്തിട്ട് പോയി. അങ്ങനെ ഗൈസ് നമ്മളെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്താ പറയല്ലേ? വളരെ സന്തോഷം. നല്ല രസമുണ്ട്. ഞാനും മീൻ പൂള തന്നു കേട്ടോ. കപ്പ ബിരിയാണി പൂള കിട്ടിയ പറയാനില്ല. അതേ തിന്നിട്ടുള്ളൂ, അതുകൊണ്ട് അത് രസമുണ്ട്. ബാക്കിയൊന്നും നോക്കിയില്ല. ഞങ്ങൾ ഇനി പൂളയും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ചോറൊക്കെ അവിടെ മാറ്റി വെച്ചാൽ അതൊക്കെ തിന്നോളൂ. അല്ല ഈ ആംബിയൻസ് നല്ല രസമുണ്ട്. നല്ല അടിപൊളി. നമ്മുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒക്കെ വണ്ടീനാണ്. അങ്ങനല്ലേ ഉദ്ദേശിച്ച് നമ്മളെ നാട് ചാത്തമുണ്ട എവിടെയെങ്കിലും ഇങ്ങനത്തെ മമ്മ നമ്മളെ നാട് പറയുന്നത് ചാത്തമുണ്ട. അതാണ് മമ്മാന്റെ നാട്. ആള് വരണ്ടേ? ആളൊക്കെ ചാത്തമുണ്ട ഉള്ളേരിയ അല്ലേ മമ്മ? ഇതൊക്കെ പിന്നെ ആൾക്കാരുടെ ഏരിയ അല്ലേ? അടിപൊളി സെറ്റപ്പ് അല്ലേ? സെറ്റപ്പാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി നേരെ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഇഫ്താറിൻ്റെ അത്ര സെറ്റപ്പ് ചെയ്തെന്ന് ഞങ്ങൾ ആ അജിനസിന് പെരുത്ത് നന്ദിയുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മളെ അയലോക്കത്ത് തന്നെയാണ്, അതായത് നമ്മളെ ചെറിയൊരു കുടുംബം തന്നെയാണ്. അത് ഞങ്ങളെ അയലോക്കക്കാരനാണ് അല്ലേ? അതെ, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അതെ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് പോലെ ഇറങ്ങി മുന്നാക്കണ വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കണ്. വണ്ടി ഇല്ല മുന്നേ വണ്ടി എടുത്തോ? ഇവിടുത്തെ പണിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് വേണം ജോലിക്ക് പോകാൻ. ഇവര് ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മളെ കാത്തിക്കാണി. നീ കഴിച്ച് ഞങ്ങൾ ഇനി നേരെ പെരിക്ക് പോയോട്ടെ അല്ലേ? പെരിന്ന് പറയട്ടോ. ഓക്കെ ഓക്കെ എന്നാ ഇൻഷാ അല്ലാ. താങ്ക് യു. ഞങ്ങൾ പോയി അങ്ങനൊന്നുമില്ല, ഈ കൂടിയും പോവാ. ഈ കൂടെ കഴിക്കൂലേ? ഇവിടെ ജസ്റ്റ് കാലൊന്നും പൊക്കിയാൽ മതി. ഈ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ഒന്നൊരു സുഖമാക്കി തരാം. ആ പോണ ആയിക്കൂടെ റിലേറ്റാണ് അപ്പുറത്ത് കൂടെ പോയി. ഉൽക്കാത്ത നടക്കൂളേ, കാലില്ലല്ലോ, ലിഗ്മെന്റ് ഇല്ലാത്ത ആൾക്കാരാണ് കഴിച്ച് നമ്മൾ പരിഗണിക്കണം. ഇങ്ങോട്ട് വരി, എന്തിനാ അവിടെ വരി ഇങ്ങോട്ട് വരി. ആ വണ്ടി തിരിച്ചോളൂ, ഈ കൂടെ ഇങ്ങോട്ട് വന്നോളി. വണ്ടിയാണ് ഞാനോ. എന്നിട്ട് അത് തിരിച്ചാൻ വേണ്ടിട്ട് ബാക്കിൽ പോയി വണ്ടി എടുത്ത് അറിയേണ്ട കാര്യല്ലേ? അതിന് കണ്ണാടൂല്ലോ. മുന്നൊക്കെ കണ്ണാണേ പിടിച്ചടാ. എന്റെ ബാക്കിൽ നമ്മള് വന്നുകൊണ്ട് വാ, ഞാൻ ഫ്രണ്ടിലിരിക്കാം. ഗൈസ് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാവും, ഈ നാനോ ഇവിടെ വാടാ, ഇവിടെ വാ. ഗൈസ് എൻ്റെ ഒക്കെ ഒരു പൂതി ഉണ്ടല്ലോ, ഈ നാനോ എടുക്കുന്നതിന് മുമ്പ് നാനോ കാണുമ്പോൾ കുട്ടി വണ്ടിയല്ലേ, പക്ഷെ ഇതിൻ്റെ ഉള്ളുണ്ടല്ലോ ഭയങ്കര വിശാലമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്ന് നോക്കി, ഇതിന് മുന്നേ ലേറ്റ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഓരോ. ആ
നോക്ക് ഇതിനുള്ളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ കാലൊക്കെ നീട്ടി ആ ഞാൻ കാല് വെച്ചാൽ കണ്ടോണ്ടിട്ടോ നല്ല സ്പേസ് ഉണ്ട്. ഇത്രക്ക് വലിയ സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു പ്രൊമോഷനാണ്. അതെ ഗൈസ് ഞാൻ വാക്കാറടാ ഗ്ലാസ് അടച്ച മുന്നേ ഗ്ലാസ് തുറന്നു പാർവിൻ്റെ ഒക്കെ ഉണ്ട് ഗൈസ്. എ സി ഞാൻ എ സി വണ്ടിയിൽ ഞാൻ പോവില്ല. ഏയ് മുന്ന ഓഫ് ആക്കാരോ അത് തുറന്നു. ഈ കേറ്റിനേനും പിന്നെ കേറി കേറി ഇതാക്കണം. ഇത് കറന്നിട്ട് പടങ്ങാറങ്ങാണ്ട് നീക്കോളി നിക്ക് നീ ഇങ്ങനെ ഈ വണ്ടി വേണം കുത്തി റോഡ് കിട്ടാം നാട്ടിലെവിടെയും കിട്ടാത്തതാണ്. നമ്മളെ വണ്ടിത്തെ പാർട്സ് ആണോ ഒക്കെ അടുത്ത് ഒഴിവാക്കി. അത് ബാക്കിൽ സ്ഥലമുണ്ട് നോക്ക് ബാക്കിൽ സ്ഥലമുണ്ട്. കജ്ജും കാര്യം പോയിന്ന് ഞാൻ നീക്കാണി വിശാലായിട്ടാണ് നീക്കാണി. നീ പോവല്ലേ നീ ഗൈസ് നമ്മള് നേരെ നീ പോകാൻ വണ്ടി നോക്കാണ് പോണത് ഗൈസ്. നമ്മള് എ സി ഇട്ടിട്ടാ പോണേ. നമുക്ക് ട്രൈ ചെയ്ത് പള്ളി ആ പോള പോകടാ. നമുക്ക് എന്തായാലും ഗൈസ് പെരിയിലെത്തിയിട്ട് കാണാം. എല്ലാവർക്കും പെരിയിലെത്തണ്ടേ? അതൊക്കെ കൈ പിടിച്ചാണ് കളയാതെ കൈ പിടിച്ചോളി. ഒക്കെ നമ്മളെ വണ്ടിത്തെ സാധനങ്ങളാണ്. ആ വള്ളിയും കിള്ളിയും കുറെ സാധനങ്ങളുണ്ടായിന്. ഇതെന്തിനാ ഈ ചേച്ചി നടക്കണേ? ഇത് ഞാനേ എല്ലാ സാധനങ്ങളും എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് കണ്ട് തന്ന സാധനമാണ് അത് ഞാൻ അവിടെ ഇട്ട് പോരുമോ? പിടിച്ചോന്ന് കയ്യിൽ നമ്മളെ വണ്ടിന്റെ ടൂൾസ് ആണ്. ഇതിലെന്താ നോട്ട് പേപ്പർ മുന്നേ നീ നേരെ പെരി പോവില്ലേ? ഓക്കെ ഞങ്ങളെന്നാ നേരെ പോയിന്നാ. മമ്മ എന്താ പരിപാടി? നേരെ പെരി കയറി പോവില്ലേ? നേരെ പെരി പോവാ. ആ കൊയങ്ങിക്കണ കൈസ് തീരുമാനം ഞാൻ കരുതി ഞാൻ തിന്ന പൂളയൊക്കെ പോകും. ഛർദിച്ചെന്ന് വിചാരിച്ചു പക്ഷെ ഛർദില്ലേ. ഓക്കെ ഓക്കെ നാളെ രാവിലെ ഗൈസ്. പെരിയിൽ മുറ്റത്ത് ലൈറ്റ് ഇട്ട് വെച്ചിക്കണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മറ്റേ ഇഷ്ടത്ത് കയറി ചെല്ലേണ്ടി വരും. മഴ പെയ്തിട്ടേ ആ വരിവെള്ളം വെച്ചാ തോന്നുന്നത്. ഇവിടെ നല്ല മഴ ചെയ്തിട്ട് കേട്ടോ. നമ്മളെ ആ ഭാഗത്തേക്കൊന്നും മഴ പെയ്തിട്ടില്ല. ഇവിടേക്ക് നല്ല മഴ ചെയ്തിട്ടില്ലേ നാട്ടിക്ക്? എന്താ അറിയില്ല വെള്ളം വെച്ചിരുന്നേക്കെ വെള്ളം ഇടിച്ചിട്ടില്ലേ ഇതിലൊക്കെ? എന്നാ അതിൻ്റെ പേര് തെളിയും മാമ അങ്ങോട്ട് നോക്കി പറഞ്ഞാടി. എല്ലാവരോടും പറഞ്ഞാടി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. ആര് ഓനെന്താ നടക്കണേ? ഓക്കെ 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 നമ്മ ഉമ്മാൻ്റെ അറിയാൻ പറഞ്ഞാടി. എല്ലാവർക്കും അസ്സലാമലൈക്കും. അസ്സലാമു അലൈക്കും.